വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. വയനാട് ദുരന്തത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സഹായം ലഭിക്കാൻ നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നിവേദനവും സമർപ്പിച്ചു. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു രാവിലെയായിരുന്നു കൂടിക്കാഴ്ച. 2000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നതാണ് സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യമെന്നൊരു വാർത്ത. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം 12 പേർ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 9 ബി.ജെ.പി അംഗങ്ങളും എൻ.ഡി.എ ഘടകകക്ഷിയായ എൻ.സി.പി, രാഷ്ട്രീയ ലോക്മഞ്ച് എന്നിവയിൽ നിന്ന് ഓരോരുത്തരും ഒരു കോൺഗ്രസ് അംഗവുമാണ് രാജ്യസഭയിലേക്ക് എത്തുന്നതെന്ന ഒരു വാർത്ത കൂടെയുണ്ട്. പ്രകൃതി ദുരന്തത്തെ തുടർന്നുണ്ടായ വയനാട് ജില്ലയിലെ ടൂറിസം രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ടൂറിസം പങ്കാളികളുടെ യോഗം ടൂറിസം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ ചേർന്നു. വിവിധ ടൂറിസം സംരംഭകർ, ടൂറിസം സംഘടനകൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വയനാട് കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വ്യവസായം പഴയ നിലയിലേക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പി.എ. മുഹമ്മദ് റിയാസ് അറിയിച്ചു എന്നൊരു വാർത്ത. ഇതിനായി സെപ്റ്റംബർ മാസത്തിൽ പ്രത്യേക മാസ് ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ ടെൻഡറിൽ സാമ്പത്തിക മുൻഗണന നൽകുന്ന ഉത്തരവിന് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. സാമ്പത്തിക മുൻഗണന ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരായ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു എന്നൊരു വാർത്ത കൂടെ വരുന്നു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളും ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ എന്നിവരെ കാണും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത. സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനെ അറിയിക്കാൻ ഇമെയിൽ, ഫോൺ നമ്പറുകൾ പ്രസിദ്ധീകരിച്ചു എന്നൊരു വാർത്ത കൂടെ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. സിനിമയിലെ ലൈംഗിക പീഡന ആരോപണങ്ങൾ സംബന്ധിച്ച് DGPക്ക് ലഭിച്ച പരാതികൾ വെളിപ്പെടുത്തലുകൾ നടത്താതെ സംഭവമാണെന്നും റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി വരെ 17 പരാതികൾ ലഭിച്ചെന്നും ഓരോ പരാതി അന്വേഷിക്കാനും പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയെന്നും SIT തലവൻ IG സ്പർജൻ കുമാർ പറഞ്ഞു എന്നൊരു വാർത്ത. അമ്മ ഭരണസമിതിയിലെ കൂട്ടരാജി തീരുമാനം ആലോചിച്ചെടുത്തതെന്ന് അമ്മ വൈസ് പ്രസിഡന്റായിരുന്ന ജയൻ ചേർത്തല അറിയിച്ചതായ ഒരു വാർത്ത. പലവട്ടം മോഹൻലാലുമായി രാജി സംബന്ധിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ധാർമ്മികത കണക്കിലെടുത്താണ് രാജിവെച്ചത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്യാത്തവർ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എന്നൊരു വാർത്ത. അമ്മ എന്ന സംഘടനയെ തകർത്ത ദിവസമാണിന്നെന്നും നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷിക്കാമെന്നും ഗണേഷ് കുമാർ ഇന്നലെ പ്രതികരിച്ചതായ ഒരു വാർത്ത. മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ ഇതിനെ നയിക്കാൻ ആർക്കും കഴിയില്ല. പുതിയ ആളുകൾ വരണമെന്നാണ് പറയുന്നത്. എന്താകും കണ്ടറിയാം. ഒരു സംഘടന തകരുന്നത് കാണുന്നവർക്ക് രസമാണ്, പക്ഷെ എനിക്ക് ഏറെ ഹൃദയവേദന തോന്നിയ നിമിഷമാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു എന്നൊരു വാർത്ത. മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഉചിതമായ തീരുമാനമാണെന്ന് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചതായിട്ടൊരു വാർത്ത. താരസംഘടനയെ അമ്മയെ കൂട്ടരാജി എടുത്തുചാട്ടമായി പോയെന്ന് നടൻ ഷമ്മി തിലകൻ പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത. പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഭരണസമിതി തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് നടനും സംവിധായകനുമായ ജോയ് മാത്യു. താരസംഘടനയായ അമ്മയിൽ നിന്ന് മോഹൻലാൽ രാജിവെച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ഞെട്ടിയെന്ന് നടി ശ്വേതാ മേനോൻ. അദ്ദേഹം വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അവർ പറഞ്ഞു എന്നൊരു വാർത്ത. താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടതിൽ പ്രതികരിച്ച് സംവിധായക വിധു വിൻസെന്റ്. ഉടയാനുള്ളതൊക്കെ ഉടഞ്ഞു തന്നെ പോകട്ടെ എന്ന് വിധു കുറിച്ചു. സിനിമയിൽ മാത്രമല്ല, ഉടയേണ്ട വിഗ്രഹങ്ങൾ രാഷ്ട്രീയ രംഗത്തും മാധ്യമ രംഗത്തും കായിക രംഗത്തും അക്കാഡമിക് രംഗത്തും ഒക്കെയുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു WCC എന്നാണ് വിധു ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് എന്നൊരു വാർത്ത. താരസംഘടനയിലെ കൂട്ടരാജി നാണക്കേട് കൊണ്ടാണെന്ന് ചിന്തിക്കുന്നില്ലെന്ന് സംവിധായകൻ വിനയൻ. അമ്മ സംഘടന തളർന്നു പോകുന്നതിൽ ഒട്ടും തൃപ്തിയില്ല എന്നാണ് വിനയന്റെ പ്രതികരണം. താരസംഘടനയിലെ അമ്മ കൂട്ടരാജിക്ക് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പുമായി WCC. പ്രവർത്തിക്കാനുള്ള ഞങ്ങളുടെ ആഹ്വാനമാണ് എന്ന തലക്കെട്ടാണ് കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത്. പുനരാലോചിക്കാം, പുനർനിർമ്മിക്കാം, മാറ്റങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാം. നീതിയുടെയും ആത്മാഭിമാനത്തിന്റെയും ഭാവി രൂപപ്പെടുത്തുക നമ്മുടെ കടമയാണ്. നമുക്കൊരു പുതുവിപ്ലവം സൃഷ്ടിക്കാം എന്നാണ് സംഘടനയുടെ പോസ്റ്ററിലുള്ളത്. അമ്മ പ്രസിഡന്റ് മോഹൻലാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രാജിവെച്ചതിന് തൊട്ടുപിറകെയാണ് WCCയുടെ പ്രതികരണം എന്നൊരു വാർത്ത. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണതലപ്പത്തേക്ക് യുവാക്കളായ ഭാരവാഹികൾ വരണമെന്ന് നടി ഉഷ ഹസീന പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത. നടൻ സിദ്ദിഖ് ലൈംഗികാതിക്രമം നടത്തിയെന്ന് നടി പോലീസിൽ പരാതി നൽകി. DGP ഇമെയിൽ മുഖേനയാണ് പരാതി നൽകിയത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി 2016-ൽ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ എന്നൊരു വാർത്ത. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആനി രാജ പറഞ്ഞതായിട്ടൊരു വാർത്ത. ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് തന്റെ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം, അല്ലെങ്കിൽ അന്വേഷണം സത്യസന്ധമായോ എന്ന് പൊതുജനങ്ങൾ സംശയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത.
താൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് നടൻ കൂടിയായ എം മുകേഷ് MLA. വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം അനിവാര്യമാണ്. സത്യം പുറത്തു വരണമെന്നും നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു എന്നൊരു വാർത്ത. മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച 2 നടിമാർക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും സർക്കാർ നിയോഗിച്ച പുതിയ അന്വേഷണ കമ്മീഷനും പരാതി നൽകി ഇടവേള ബാബു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത. തൃശൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രകോപിതനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് AIYF സംസ്ഥാന എക്സിക്യൂട്ടീവ്. വിമർശനങ്ങളോടും വിയോജിപ്പുകളോടും അസഹിഷ്ണുതയോടെ പ്രകടിപ്പിക്കുന്ന സുരേഷ് ഗോപി ജനാധിപത്യ സംവിധാനത്തിന് തന്നെ അപമാനമാണ്. മുമ്പ് തന്നോട് പ്രതികരണമാരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് മോശം സമീപനത്തിന്റെ പേരിലും സുരേഷ് ഗോപി വിവാദം സൃഷ്ടിച്ചിരുന്നെന്ന് AIYF ചൂണ്ടിക്കാട്ടി എന്നൊരു വാർത്ത. സുരേഷ് ഗോപിയുടെ പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായെന്ന് സംശയിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രോഷത്തോടെയുള്ള സുരേഷ് ഗോപിയുടെ പെരുമാറ്റം കൊണ്ടാണ് ഇങ്ങനെയൊരു സംശയം ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു എന്നൊരു വാർത്ത. ഉറിയടി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സുധീഷ് ശങ്കറിനെതിരെ പരാതിയുമായി നടി. സീരിയലിന്റെ ഓഡിഷന് വേണ്ടി വിളിച്ചിരുത്തി സംവിധായകൻ കടന്നുപിടിച്ചെന്ന് അവർ കൊല്ലം കടനകുളം പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു എന്നൊരു വാർത്ത. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. CPIM MLAക്ക് വേണ്ടി എന്തിനാണ് BJPയുടെ കേന്ദ്രമന്ത്രി സ്വന്തം പ്രതിച്ഛായക്ക് തന്നെ കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രകോപനപരമായി പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ചോദിച്ചു എന്നൊരു വാർത്ത. ഇത്തരം സിനിമാ വാർത്തകൾ തന്നെയാണ് ഇന്നത്തെ ഓൺലൈൻ വാർത്തകളുള്ളത്. ഓവർ ടു ഷിലിൻജി.